വിശ്രമ നേരങ്ങൾ ആനന്ദകരമാക്കാൻ ഓർക്കിഡ് കൃഷി തിരഞ്ഞെടുത്ത വീട്ടമ്മയുടെ വിശേഷങ്ങളാണ് നമ്മളിന്ന് അറിയുവാൻ വന്നിരിക്കുന്നത്. ഏവർക്കും സ്വാഗതം കൃഷിമിത്ര ചാനലിലേക്ക്. ജൈവ രീതിയിൽ എങ്ങനെ ഓർക്കിഡ് നടാം, അതിന് നമുക്ക് എങ്ങനെ അധികം പൂവ് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റും എന്നുള്ള രീതിയെക്കുറിച്ച് നമുക്ക് ഗീത ചേച്ചിയുടെ അടുത്ത് ചോദിച്ചറിയാം. നമസ്കാരം ചേച്ചി. നമസ്കാരം. ചേച്ചിയെക്കുറിച്ച് ഒന്ന് ഞങ്ങളെ പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടുത്താവോ? എൻ്റെ പേര് ഗീതാ സനിൽ എന്നാണ്. ഞാൻ പട്ടത്താണ് താമസം. പട്ടത്ത് കേശവദാസപുരം ആണ് താമസം. ഞാനൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. കെമിസ്ട്രിയാണ് എൻ്റെ സബ്ജക്റ്റ്. ഇതെൻ്റെ പാഷനാണ്. അത് ശരി. അപ്പോൾ ചേച്ചി ഈ ഓർക്കിഡ് കൃഷി എപ്പോഴാണ് തുടങ്ങിയത്? ഒരുപാട് വർഷങ്ങളായി, 10-20 വർഷമെങ്കിലും ആകും. അപ്പൊ അതിന് മുന്നേ ഞാനിങ്ങനെ ആഗ്രഹിച്ച് വളർത്തി തുടങ്ങിയ ഒരാളാണ്. ആദ്യമായിട്ട് എന്താ ചേച്ചി? ആദ്യമായിട്ട് ഡെൻഡ്രോബിയമാണ് ഞാൻ വളർത്തിയത്. അതാണ് നമുക്ക് ഈസി ടു ഹാൻഡിൽ. ഒരാളിന് വളർത്തി പഠിക്കാൻ പറ്റിയ ഒരു ചെടി എന്ന് പറഞ്ഞാൽ ഡെൻഡ്രോബിയമാണ്. അതിലാണ് തുടക്കം. അത് ശരി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ കാണുന്ന രൂപത്തിലേക്ക് മാറി പതിയെ പതിയെ, പെട്ടെന്നല്ല, വളരെ പതുക്കെ. അത് കഴിഞ്ഞിട്ട് അത് ഒരു ബിസിനസ് എന്നുള്ള നിലയിലോട്ട് മാറ്റിയത് നമ്മുടെ കൃഷി വകുപ്പാണ്. അത് ശരി. അത് 2013 മികച്ച കർഷകയ്ക്കുള്ള അവാർഡ് തന്ന് നഗരസഭ ആദരിച്ചു. അപ്പൊ അവര് പറഞ്ഞു, നിങ്ങളെ പോലെ ഉള്ളവരെ എന്ന് വെച്ചാൽ വീട്ടമ്മമാരായിരിക്കുന്നവരെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഇതൊന്ന് പ്രൊമോട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ബിസിനസ് കൊടുക്കണം ബാക്കിയുള്ളവർക്ക്. അങ്ങനെ വന്നപ്പോഴാണ് ഇതൊരു ബിസിനസ് ആയത്. ചേച്ചി വേറെ ജോലിയൊന്നുമില്ല? ജോലി ഉണ്ടായിരുന്നു. അത് ഞാൻ വിട്ടിട്ടാണ് മോളെ വളർത്താനുള്ള കംഫർട്ടിന് വേണ്ടിയിട്ട് ജോലി വിട്ടു. ജോലി വിട്ടിട്ടാണ് ഞാനപ്പോൾ വെറുതെ വീട്ടിലിരുന്ന സമയത്ത് നമ്മളെ ടൈം വെറുതെ വേസ്റ്റ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടി എൻ്റെ പാഷനിലേക്ക് തിരിഞ്ഞതാണ്. അപ്പൊ ഇതിലൊരു ആനന്ദവും ഉണ്ട്, സന്തോഷമുണ്ട്. സന്തോഷമാണ് ഏറ്റവും പ്രധാനം. അതിന്റെ കൂടെ നമുക്ക് വരുമാനമുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നല്ലൊരു മെന്റൽ പീസാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. അപ്പം ഇത് ശരിക്കും ആദ്യം ചേച്ചി ഈ രാസവളത്തിലാണോ ചെയ്തത്? രാസവളം, ഈ കീടനാശിനി എന്ന രീതിയിലാണോ ചെയ്തത്? പിന്നെ ജൈവത്തിലേക്ക് മാറിയാണോ? അതിനെ കുറിച്ച് ഒന്ന് പറയൂ പ്ലീസ്. രാസവളം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കെമിക്കൽ ഇമ്പാക്ട്സ് ഉണ്ട് നമുക്ക് ഹ്യൂമൻ ബോഡിയിൽ. നമുക്ക് ഒരുപാട് ഇപ്പൊ എല്ലാരും നോക്കുന്ന എന്താണ്, കെമിക്കൽ ഫ്രീ, എങ്ങനെ പെസ്റ്റിസൈഡ്സും ഇതെല്ലാം കെമിക്കൽസ് റെഡ്യൂസ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഒന്നൊരു ചേച്ചി കെമിസ്ട്രി ആണ് ചേച്ചിയുടെ സബ്ജക്റ്റ് അല്ലേ? അതെ. അപ്പൊ ചേച്ചിക്ക് അറിയാൻ പറ്റും കെമിക്കലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് നമ്മളിപ്പോ ഒരു പാഷന്റെ പിറകെ പോകുമ്പോൾ അതൊരിക്കലും നമുക്ക് റൂയിൻ ചെയ്യരുത്, നമ്മുടെ ഹെൽത്തിനെ അഫക്ട് ചെയ്യരുത്. അതാണ് മസ്റ്റ്. പിന്നെ പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വേറെ വൈഡ് സ്പ്രെഡ് വേറെ തുറന്ന ഏരിയയിലല്ല വളർത്തുന്നത്. എന്റെ ടെറസിലാണ് വളർത്തുന്നത്, ബാൽക്കണിയിലും. അപ്പൊ നമ്മൾ കെമിക്കൽ യൂസ് ചെയ്താൽ നമ്മൾ എത്ര പറഞ്ഞാലും നമ്മളെ വീട്ടിലെ ആൾക്കാരൊക്കെ ചെന്ന്, ഞാൻ തന്നെ കുറച്ചു നേരം കഴിയുമ്പോൾ തൊട്ടിട്ട് മുഖത്ത് വെക്കും, കണ്ണി വെക്കും. അങ്ങനെ അത് ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ അതേസമയം നമ്മൾ ഈ ഓർഗാനിക് ആണെങ്കിൽ നമ്മളൊന്നും പേടിക്കണ്ട. ചേച്ചി, ജൈവ കൃഷി നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ, അതില് നന്നായിട്ട് പൂവുണ്ടാവോ? അതിന്റെ ലൈഫ് എത്ര ദിവസം നമുക്ക് കിട്ടും എന്നതിനെ കുറിച്ചൊന്ന് പറയാമോ? ജൈവ കൃഷി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഒരു കൊറോണയ്ക്ക് ശേഷം ആണ് ജൈവ കൃഷിയിൽ പൂർണ്ണമായിട്ടും ഇതായത്. അപ്പൊ എനിക്കുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ചെടിക്ക് നല്ല ഗ്രോത്ത് കിട്ടുന്നുണ്ട്, പക്ഷെ പണ്ടത്തെ പോലെ ഫ്ലവർ ഈൽഡ് കുറവ്. ജൈവ രീതിയിൽ നല്ല ഗ്രോത്ത് കിട്ടുന്നുണ്ട്, പക്ഷേ ഞാൻ കെമിക്കൽ യൂസ് ചെയ്തിരുന്ന സമയത്തുള്ള ഫ്ലവർ ഇല്ല. ഇത് ജൈവ രീതിയിൽ വളർത്തിയെടുത്ത ഒരു പ്ലാന്റ് ആണ്. അപ്പൊ ഇതിന്റെ ഒരു ഡ്രോബാക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ പ്ലാന്റ് നല്ല ഹെൽത്തി ആണ്, പക്ഷേ ഫ്ലവർ കുറവാണ്. ഫ്ലവർ കുറവെന്ന് പറഞ്ഞാൽ അതാണിപ്പോ ഒരു സ്പൈക്കേ വരുന്നുള്ളൂ. മറ്റത് ഇങ്ങനെയല്ല, ഒരുപാട് 4-5 സ്പൈക്ക് ഒന്നിനകത്ത് വരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പോ ഉള്ള ഗൈഡൻസ് എനിക്ക് കിട്ടുന്നത് ഗിരിയിൽ നിന്നാണ്. അതെ അല്ലേ? അപ്പൊ ഞാനൊന്ന് കൂടെ ചോദിക്കട്ടെ, അപ്പൊ ഇതിന്റെ ആയുസ് ഉദ്ദേശിക്കുന്നത് ലൈഫ് എത്ര ദിവസം നമുക്ക് നോർമലി ഒരു ഓർക്കിഡിന് എത്ര സമയം വരെ അതിന്റെ ലൈഫ് ഉണ്ടാവും? ലൈഫ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ് ലൈഫ് ഉണ്ട് ഇതിന്. പിന്നെ നമ്മള് കറക്റ്റ് സമയത്ത് അതിൻ്റെ നിന്ന് പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കണം. അതാണ് അതിന്റെ മെയിൻ എന്ന് പറയുന്നത്. ചെടികൾ ഇപ്പൊ ഞാൻ ഇതിൽ വെച്ചിരിക്കുന്ന ചെടികള് ഒരു ഇത് കഴിഞ്ഞാൽ നമ്മൾക്ക് വെട്ടിയെടുക്കുന്ന പരുവത്തിലേക്ക് മാറും, ഒരുപാട് വലുതാകും. അപ്പൊ നമ്മൾ പുതിയ പ്ലാന്റ് ഉണ്ടാക്കിക്കൊള്ളണം. അല്ലാതെ ഒരിക്കലും ഒരു പ്ലാന്റ് 10-20 വർഷമൊന്നും ജീവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് എന്തെങ്കിലും റൂട്ട് റോട്ടൊക്കെ വന്നങ്ങ് പോകും. അപ്പൊ അതിനു മുന്നേ നമ്മളൊരു പുതിയ പ്ലാന്റ് നമ്മൾ അതിൽ നിന്ന് എടുത്തിരിക്കണം.
ജൈവ രീതിയിൽ ചേച്ചി എന്താ ഫംഗിസൈഡ് ഉപയോഗിക്കുന്നത് നമുക്ക് ഒന്ന് ചോദിച്ചറിയാം. സുഡോമോണാസ് ആണ് ജൈവ രീതിയിൽ കൊടുക്കുന്നത്. സുഡോമോണാസിന്റെ ലിക്വിഡ് അതാണ് കൊടുക്കുന്നത്. പിന്നെ എമർജൻസി വന്നാൽ ഇതുപോലെ നമ്മുടെ ഇപ്പോഴത്തെ ക്ലൈമാറ്റിക് വേരിയേഷനിൽ നല്ല മഴയൊക്കെ വരുന്നുണ്ട്. ആ മഴയൊക്കെ വരുമ്പോൾ ഞാൻ ഒരു മാസത്തിൽ ഒരു ദിവസം സാഫ് കലക്കി കൊടുക്കും. സാഫ് എന്ന് പറയുമ്പോഴും അതൊരു വലിയ വിഷമല്ല, കാര്യം അതിന്റെ വിഷത്തിന്റെ തീവ്രത കാണിക്കുന്നത് ഗ്രീൻ ആണ്. എന്നാലും ഒരു പേടിയാണ്, കാരണം നമ്മളൊരു പബ്ലിക് പ്ലേസിലാണ്. അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വരുമോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട്, പിന്നെ നമ്മൾ തന്നെ ഒരാളിനെ ദോഷം ചെയ്യുന്നതിന് തുല്യമല്ലേ, അത് അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് കഴിയുന്നതും കുറയ്ക്കും. എന്നാലും ഒരുപാട് ഇത് വരും, ചീയൽ വരുമ്പോ സാഫ് അതൊരു ലാസ്റ്റ് ഓപ്ഷനാണ്, സാഫ് കലക്കി കൊടുക്കാറുള്ളത്. ഞാനേ ഇവിടെ വന്നപ്പോ കണ്ടത് എനിക്ക് 3 രീതിയിലുള്ള പ്രോസസ്സിംഗ് ആണ് ചേച്ചി ചെയ്തിരിക്കുന്നത്. ഒന്ന് പ്ലാസ്റ്റിക് ചട്ടി, രണ്ടാമത് മൺചട്ടി, മൂന്നാമത് വുഡിന്റെ പുറത്ത്. അപ്പം ചേച്ചി എന്താ ഈ പ്ലാസ്റ്റിക്കിനെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണോ? അതെ, അതിനെ പറ്റി എന്താണ് കാര്യം? എക്കോ ഫ്രണ്ട്ലി ഗാർഡൻ ആണ് എന്റെ ഡ്രീം. അപ്പൊ എങ്ങനെയും ഈ പ്ലാസ്റ്റിക് അവോയ്ഡ് ചെയ്യുക. നമ്മുടെ വേൾഡ് മൊത്തം ഇങ്ങനെ പ്ലാസ്റ്റിക് അവോയ്ഡ് ചെയ്യുന്ന ഒരു ഇതാണല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് കിട്ടുന്ന തടികൾ കളക്ട് ചെയ്ത് ഞാൻ ഇതുപോലെയൊക്കെ മൗണ്ട് ചെയ്ത് വരുവാണ്. അപ്പൊ നല്ലതായിട്ട് ഫ്ലവർ ചെയ്യുന്നുണ്ട് അത്. അപ്പൊ ഈ എനിക്കൊരു സംശയമുണ്ട്, അപ്പൊ ഈ തടിയിൽ ഇത് പിടിക്കുമോ ശരിക്കും? കാട്ടിൽ ഇത് തടിയിലാണ് കിടക്കുന്നത്, നമ്മുടെ കാട്ടിലുള്ള സാധനമാണത്. അതെയോ? നമ്മുടെ കാടുകളിൽ ഇഷ്ടംപോലെ, നമ്മുടെ അഗസ്ത്യ വനങ്ങളിലെല്ലാം ഇഷ്ടം പോലെ ഉണ്ട് ഓർക്കിഡെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊരു ഏതെങ്കിലും ഒന്ന് പറ്റിപ്പിടിച്ചാ വളരുന്ന ഇത് തടിയിൽ ഞാൻ മൗണ്ട് ചെയ്തതാണ്. തടിയിൽ അത് ആദ്യത്തെ ഗ്രോത്ത് വരാൻ ശകലം പാടാണ്, പ്രയാസമാണ്. പിന്നെ അത് പിടിച്ചു കഴിഞ്ഞാൽ നല്ലവണ്ണം ഗ്രോ ചെയ്യുന്നുണ്ട്. ആ ഒരു നാച്ചുറൽ ഹാബിറ്റേറ്റിൽ അത് വളർന്നു വരുന്നു. ഇതൊക്കെ എത്ര വർഷം പഴക്കമുണ്ടാവും? ഇതിപ്പം 2 വർഷം പഴക്കമായ. 2 വർഷം കൊണ്ട് ഇത്രയും അതായി. പിന്നെ ഇതിനകത്ത് വേറെ ഒന്ന് വെച്ചാല് ഈ ഒച്ച് കയറി ഇരുന്നാൽ നമുക്ക് അപ്പോഴന്നെ കണ്ട് പിടിച്ചെടുത്ത് കളയാൻ പറ്റും, ഒളിച്ചിരിക്കാൻ പറ്റൂല. തടിയിൽ വെക്കുമ്പോ ഇവൻ എവിടെ കൂടെ കയറിപ്പോയാലും നമുക്ക് കാണാം. മറ്റേ ചട്ടിയിലാവുമ്പോ കയറി ഒളിച്ചിരിക്കും, ഇടയിൽ കയറിയിരിക്കും. ഇത് അങ്ങനെ ഒരു ഹൈഡിങ് പ്ലേസ് ഇല്ല. അപ്പോ ശരിക്കും പറഞ്ഞാല് ഈ ചട്ടിയിൽ വെക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി ഭംഗി നമുക്ക് തടിയിൽ വെച്ച് കാണാം. ഒരു തടിയെ തന്നെ ഒരു 5-6 കളർ നമുക്ക് വെക്കാം. ഒരു പ്രാവശ്യം സെറ്റ് ചെയ്താല് ഒരു 5-6 കളർ, അപ്പൊ പൂക്കുമ്പോ നല്ല ഭംഗിയായിട്ട് പൂത്ത് കിടക്കും. അതായത് നമ്മളിപ്പോ വീട്ടിൽ ചെയ്യുന്നവർക്ക് ഇത് ഓക്കെയാണ്. പക്ഷെ നിങ്ങളിപ്പോ വിൽപ്പനയ്ക്ക് വേണ്ടി ചെയ്യുമ്പോ, വിൽപ്പനയ്ക്കായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇത് മാതിരത്തെ പോട്ടില് വിൽപ്പനയ്ക്കായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലത്തെ പോട്ടിലാണ് നമുക്ക് കൊണ്ടുപോകാൻ എളുപ്പം. ഒരു കസ്റ്റമർ വന്നാൽ കൊണ്ടുപോകാൻ എളുപ്പം, ഇങ്ങനെയാണ് കൊടുക്കാൻ എളുപ്പം. അപ്പൊ ശരിക്കും നമ്മള് ഇങ്ങനത്തെ ഒരു ചട്ടിയിൽ മേടിച്ചിട്ട് ഒരു തടിയോ അല്ലെങ്കിൽ വുഡിന്റെ പീസിലേക്ക് വെച്ച് നമുക്ക് മാറ്റി വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഇതിന്റെ മെയിൻ്റെനൻസ് കുറയുന്നു തോന്നുന്നല്ലേ? മെയിൻ്റെനൻസ് കുറവാണ്. അതായത് കൂടുതൽ മരുന്നിന്റെ ആവശ്യം വരുന്നില്ല. അത് ഒരു നാച്ചുറൽ ഹാബിറ്റേറ്റിൽ അങ്ങ് വളരുന്നു, പറ്റിപ്പിടിച്ച് അവിടെ ഇരുന്ന് നല്ലതായിട്ട് വളരുന്നുണ്ട്. ഇതിപ്പോ ഒരു 2 വർഷത്തിനകം ആവുള്ളൂ. കറക്റ്റ് ഡേറ്റ് ഞാൻ ഓർക്കണില്ല, എന്നാലും ഒരു 2 വർഷം ആയിട്ടില്ല. അപ്പോഴത്തേക്കാണ് ഇത് നല്ല കറക്റ്റ് ഗ്രോത്ത് വന്ന് തടിയും ദ്രവിച്ചങ്ങ് പോകത്തില്ല. നല്ല തടി നോക്കി എടുത്തതാണ്. തേക്കിന്റെ പീസാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അത് ശരി. അപ്പൊ അതാകുമ്പോഴത്തേക്ക് ലൈഫ് ലോങ് ആയിട്ട് അങ്ങ് ഇരുന്നോളും. അപ്പൊ ഇതിപ്പോ പ്ലാന്റ് ഇനിയിപ്പോ ഫ്ലവറിംഗ് സ്റ്റേജ് ആയി. അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മരുന്നും കൊടുക്കേണ്ടി വരും. മരുന്ന് കൊടുക്കും, ഫംഗിസൈഡ് എല്ലാം വേണം. പക്ഷെ നല്ലതായിട്ട് ഗ്രോ ചെയ്യും, ഒന്നിച്ച് ഫ്ലവർ ചെയ്യും, പല കളറും ഒന്നിച്ച് നല്ലതായിട്ട് ഫ്ലവർ ചെയ്ത് കിടക്കും. ഇതിപ്പോ 2-3 ചെടിയാണോ വെച്ചിരിക്കുന്നത്? ഒരേ ചെടിയല്ല, 1-2 ഡിഫറെന്റ് കളർ, 6-7 കളറുണ്ട്. അതെയോ? ഇതൊരു മൂട്, ഇത് വേറൊന്ന്, ഇവിടെ 2 എണ്ണം, ഇവിടെ 2 എണ്ണം, അങ്ങനെ ഒരു 6-7 കളർ ഒന്നിച്ച് വെച്ചിരിക്കുകയാണ്. നമുക്ക് കൈകൊണ്ടെടുത്ത് മാറ്റാം ഇതിനകത്തിരിക്കുന്ന കളറിനെ. ആദ്യം എനിക്കും പേടിയായിരുന്നു, പക്ഷെ അവൻ ഇതിനകത്ത് ഒരു തേനീച്ച ഉണ്ടോ മയങ്ങിയായിരിക്കുന്നത്. അത് കടന്നലിന്റെ ചെറുതല്ലേ? അല്ല, കടന്നലിന്റെ ചെറുതാന്ന് തോന്നുന്നു. അതെ, എന്നാ തോന്നുന്നത്. മയങ്ങിയായിരിക്കുന്നത്. ഇത് ഓർക്കിഡിന്റെ ഇതൊരു മധുരമാണ്. അത് അവര് കുടിച്ചു കഴിഞ്ഞാൽ ഇതുവരെ കൊട്ടിയിട്ടില്ല ഇതിനകത്തിരുന്ന്. അതെയോ ചേച്ചി? ഇപ്പൊ നമ്മളിൽ പൂവ് കുറവാണല്ലോ, അപ്പം ശരിക്കും ഇപ്പൊ സീസൺ ആണോ അല്ല അൺസീസൺ ആണോ? ഇപ്പൊ സീസൺ അല്ല. ഈ മൺസൂൺ കഴിഞ്ഞിട്ട് വരുന്ന ഓഗസ്റ്റ് മാസം തൊട്ടാണ് ഇതിന്റെ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഏകദേശം ഒരു മാർച്ച് വരെ ആണ് അതിന്റെ സീസൺ. ഇപ്പൊ ജസ്റ്റ് പൊട്ടുകൾ വന്നു തുടങ്ങി. ഇതിനിപ്പോ ഇതിനെക്കാട്ടി കൂടുതൽ ഫ്ലവർ ഈൽഡ് കിട്ടണമെങ്കിലാണ് നമ്മൾ പുതിയ ഓർഗാനിക് വളങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതല്ലേ? അപ്പൊ ഈ പൂക്കാൻ വേണ്ടി ചേച്ചി എന്താ മെഡിസിൻ ഉപയോഗിക്കുന്നത്? ഞാൻ ഇപ്പൊ മൊട്ട് വന്ന് തുടങ്ങിയ സീസണാണ്. ഇപ്പൊ മൊട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഇപ്പോൾ കൂടുതൽ ഫ്ലവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്
ഇതാണ് എക്സ്ട്രാ ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ വളമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എക്സ്ട്രാ ഗോൾഡാണ് യൂസ് ചെയ്യുന്നത്. അത് 19 കൂടെ 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്നോ കണക്കിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കും. പിന്നെ അതിന്റെ കൂടെ എക്സ്ട്രാ ഗോൾഡ് ഒഴിക്കുമ്പോൾ ഇതിനെന്താ വേരിന് എന്തെങ്കിലും വരുന്നുണ്ടോ? വേര് എക്സ്ട്രാ ഗോൾഡിന്റെ ഗുണമെന്ന് പറഞ്ഞാൽ നല്ല വേര് വരും. നല്ല വേര് വരും. വേര് വരുമ്പോഴത്തേക്കും ഇത് അറ്റ്മോസ്ഫിയറിൽ നിന്നാണ് വലിച്ചെടുക്കുന്ന മോയ്സ്ചർ. നമ്മൾ വെള്ളം കൊടുത്താൽ ഒരു അറ്റ്മോസ്ഫിയർ ഇപ്പൊ ഒരു ഹ്യൂമിഡ് ക്ലൈമറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇത് വെച്ചിട്ടുണ്ട്. ദാണ്ട സ്പ്രിംഗ്ലർ ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഹ്യൂമിഡ് ക്ലൈമറ്റിൽ നമ്മൾ ഇതും കൂടെ കൊടുക്കുമ്പോൾ അവർ മാക്സിമം അബ്സോർവ് ചെയ്തിട്ട് നല്ല റൂട്ട് വരും. നല്ല റൂട്ട് വരുമ്പോൾ അവര് നല്ലോണം ഇത് വരുമ്പോൾ ഗ്രോത്ത് കൂടും. ഗ്രോത്ത് കൂടുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഫ്ലവറിങ്ങിനുള്ള ടെൻഡൻസി വരും. അപ്പൊ നമുക്ക് നല്ല ഫ്ലവറിങ് കിട്ടാൻ വേണ്ടി ഇതും കൂടെ കൊടുക്കും. 2 ഡ്രോപ്പ്. ഈ ഫ്ലവറിങ് ടെൻഡൻസി വരുന്ന സമയത്ത് ഈ ഇതെന്താ നിക്കോയാണ് 2 ഡ്രോപ്പ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി കൊടുക്കും. ഇപ്പൊ നിക്കോ യൂസ് ചെയ്ത് എനിക്ക് ഫ്ലവർ വന്നു തുടങ്ങി. അപ്പൊ ഇനി അടുത്ത വരുന്ന ഇതെന്ന് പറഞ്ഞാല് പ്രാണികൾ വരും ഈ മുട്ട് കുത്തിയിടും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് നീമോയിലാണ്. ഇത് 3000 ppm ആണ്. ഇത് വെർട്ടിസീലിയം കൂടെ ചേർത്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അന്നേരം ഈ വണ്ട് ചെറിയ ചെറിയ പ്രാണികൾ ഇതെല്ലാം അങ്ങ് മാറും. ട്രിപ്സ് എല്ലാം മാറുന്നുണ്ട്. നീമോയിൽ 1 ml, വെർട്ടിസീലിയം 5 ml, പിന്നെ കഞ്ഞിവെള്ളം അല്ലെങ്കിൽ വെൽവെറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം ഒരു 10 ml 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ കൊടുത്താൽ ഈ ഒരുവിധപ്പെട്ട പ്രാണികളെല്ലാം മാറിപ്പോകുന്നുണ്ട്. ചേച്ചി പുതിയതായിട്ട് ഓർക്കിഡ് കൃഷി ചെയ്യുന്നില്ലേ? അവര് വരുമ്പോ ചേച്ചിക്ക് എന്താ അവരോട് പറയാനുള്ളത്? പുതുതായിട്ട് ഓർക്കിഡ് കൃഷി എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഇന്ന് കൊടുത്ത് നാളെ പൂത്ത് മറ്റന്നാൾ വിൽക്കാമെന്ന് വിചാരിച്ച് തുടങ്ങരുത്. നമുക്കിത് ഒരുപാട് സമയവും ക്ഷമയും ആവശ്യമുള്ള ഒരു ഇതാണ് ഓർക്കിഡ് കൃഷി. അപ്പൊ അത് പൂത്ത് വരാനും ഈ ഒരു ഷേപ്പ് ഇത് വരാനും ഇതൊക്കെ വർഷങ്ങൾ പഴക്കമുള്ള ചെടിയാണ്. അപ്പൊ ഈ സ്റ്റേജ് വരണമെങ്കിൽ നമ്മൾ അതിനെ ആദ്യം അതായിട്ട് ഫ്രീ ആയിട്ട് വിടുക. ഫ്രീ ആയിട്ട് ഡിസ്റ്റർബ് ചെയ്യരുത്. എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് തൈ എടുക്കുക, കമ്പ് വെട്ടുക, അങ്ങനെ ഒന്നും ചെയ്യരുത്. ഫ്രീ ആയിട്ട് വിട്ടാൽ അത് നല്ലതായിട്ട് വളർന്ന് അതിന് ഡിസ്റ്റർബൻസ് ഇഷ്ടമല്ല, സെൻസിറ്റീവ് ആണ്. അപ്പൊ അത് പിന്നെ ഫ്ലവർ ചെയ്യണമെങ്കിൽ പിന്നെ അതേപോലെ ഒരു ഡ്യൂറേഷൻ വരും. അപ്പം ഇതിന്റെ പൂവിന്റെ സമയം ഇപ്പൊ പൊതുവെ പൂത്ത് കഴിഞ്ഞാൽ ഒരു 3 മാസത്തോളം ഇതിന്റെ ഫ്ലവർ നിൽക്കും. അതല്ലേ? നമ്മൾ റോസൊക്കെ ആണെങ്കിൽ 2 ദിവസത്തിനകത്ത് എല്ലാം കൂടി ഒഴിഞ്ഞും വീഴും. ഇതിപ്പോ ഒരു 2-2.5 മാസം 3 മാസത്തോളം നിൽക്കും. 4 മാസം വരെ നിൽക്കുന്ന വെറൈറ്റികളും ഉണ്ട്. ആന്റിലോപ്പ് വെറൈറ്റി ആണ് ഇത്. ഇതൊരു 4 മാസം വരെ എങ്ങനെ വന്നാലും ഒരു 3.5 മാസം നിന്നോളൂ. ഇതിന് നല്ലോണം പൂക്കുകയും ചെയ്യും. അത് ശരി. അപ്പൊ ഇതിന് വേറെ അസുഖങ്ങൾ ഉണ്ടാവുമോ? അസുഖങ്ങൾ എല്ലാത്തിനും ഒരുപോലെ തന്നെ കോമൺ അസുഖങ്ങളാണ്. പക്ഷേ ഫ്ലവർ കൂടുതലും ലൈഫ് കൂടുതലും ഇതിനാണ് കുറച്ചുകൂടെ കൂടുതൽ. മറ്റേതെന്ന് പറഞ്ഞാൽ വലിയ ഫ്ലവർ അത്രയും ദിവസം നിൽക്കില്ല. ഒരു 2.5 മാസം 3 മാസം മാക്സിമം. ഇതല്ല കുറച്ചുകൂടെ. പിന്നെ നമ്പർ ഓഫ് സ്പൈക്സ് ഇവർക്ക് കൂടുതലായിരിക്കും. ചേച്ചി പൊതുവെ നമ്മൾ കാണുന്ന ഒരു അസുഖമാണ് ഈ ഇലയിൽ വരുന്ന കറുത്ത ഡോട്ട്. അപ്പം അത് ഈ ഡോട്ട് വരുമ്പോൾ എന്ന് വെച്ചാൽ ചെടി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിന്റെ ഇലയെല്ലാം കൊണ്ട് പഴുത്തിട്ട് ഒഴിഞ്ഞു പോകും. പിന്നെ ഈ ചെടി വന്നിട്ട് ഈ അവസ്ഥയിൽ വരും. അപ്പം ചേച്ചി ഇവിടെ എന്താ മരുന്ന് കൊടുക്കാറുള്ളത്? ഞാൻ ഈ അസുഖത്തിന് ബാക്ടീരിയമൈസിൻ 1 ഗ്രാം, പിന്നെ മൈക്രോ ന്യൂട്രിയൻസ് 2 ഗ്രാം, പിന്നെ വെൽവെറ്റും കൂടെ ചേർത്ത് 1 ml വെൽവെറ്റും കൂടെ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് അതിന്റെ എഫക്റ്റ് ആണ് ഈ ഒരു പുതിയ ഷൂട്ട് വന്നതിൽ ഒട്ടും എഫക്റ്റ് ഇല്ലാത്ത ഇത് കിട്ടിയത്. അപ്പോൾ ഈ മൈക്രോ ന്യൂട്രിയൻസ് എന്തിനാ കൊടുക്കുന്നത്? മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കുമ്പോൾ നമ്മുടെ പ്ലാന്റിന് ഒരു ഇമ്മ്യൂണിറ്റി പവർ കൂടും. അതെയോ? ഇമ്മ്യൂണിറ്റി പവർ കൂടിയിട്ട് അതിന് ഈ ഒരു സ്റ്റെം നോക്കിയാൽ അറിയാം നല്ല ഹെൽത്തി ഗ്രോത്ത് ആയിട്ട് കിട്ടി. അതെ, ശരി. അപ്പൊ ഈ പ്ലാന്റിന്റെ അസുഖം ഇത് ഓവർകം ചെയ്തു എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. അപ്പം ഇത് കണ്ടില്ലേ, ഇതില് മഗ്നീഷ്യം സൾഫേറ്റിന്റെ ഡെഫിഷ്യൻസി. ഇത് മഗ്നീഷ്യം ഡെഫിഷ്യൻസിയാണ് ഈ ഇല പഴുത്ത് വരുന്നത്. അതെ. അപ്പൊ അതെല്ലാം ഈ ഒരു പുതിയ ഷൂട്ടില് അതിന്റെ എല്ലാം മാറിയിട്ടുണ്ട്. അത് മൈക്രോ ന്യൂട്രിയൻസിന് ശരിക്കും മഗ്നീഷ്യം ഉണ്ട്. മഗ്നീഷ്യം, സിങ്ക് എല്ലാം ഉണ്ട്, ഫെറസ്, ബോറോൺ എല്ലാം ഉണ്ടാവും. അപ്പൊ അത് ഇതിലായിരുന്നാലും ആ പുതിയ ഷൂട്ട് വന്നപ്പോ എല്ലാ അസുഖം മാറി എന്നുള്ളതാണ്. ഇത് എപ്പോഴൊക്കെ ചേച്ചി കൊടുക്കുന്നത്? ഈ ഇങ്ങനത്തെ ഒരു മാസത്തിൽ എത്ര പ്രാവശ്യം കൊടുക്കും? മാസത്തിലെ അസുഖം ഉണ്ടെങ്കിൽ മാത്രം 1 പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. അല്ലെങ്കിൽ പിന്നെ മാസത്തിൽ 1 കൊടുത്തങ്ങ് വിട്ടേക്കും, അങ്ങനെയാണോ? മാസത്തിൽ ഒരിക്കൽ അങ്ങ് കൊടുത്തങ്ങ് വിട്ടിരുന്നാൽ മതി. കാരണം നമ്മളൊരു പ്രിക്കോഷൻ ആയിട്ട് ഈ ഇതിന്റെ
മറ്റേ മൈക്രോ ന്യൂട്രിയൻസ് ഒരു ഹെൽത്തിന് വേണ്ടിയിട്ട് കൊടുത്ത് അതങ്ങ് വിട്ടേക്കും. ഇത് ബാക്ടീരിയ മൈസിനും മൈക്രോ ന്യൂട്രിയൻസും കൊടുത്തതിന് ശേഷമുള്ള ഹെൽത്തി ഗ്രോത്ത് ആണ് ഈ കാണുന്നത്. പക്ഷേ ഇത് സ്റ്റെമ്പ് നല്ല ഹെൽത്ത് ആണ് ആ കാണിക്കുന്നത്. അതെ, അടുത്ത ഷൂട്ട് അതിനെക്കാട്ടി വലുതായിട്ട് വരുന്നുണ്ട്. വേണ്ട, അടുത്ത ഷൂട്ട് വരുക. ഇപ്പൊ ഇതില് നമ്മൾ കാണിച്ച മരുന്ന് കൊടുക്കാറുണ്ടോ? ഇത് കൊടുത്തതിന് ശേഷം 19 എക്സ്ട്രാ മൈക്രോ ന്യൂട്രിയൻസ്, മറ്റേ എക്സ്ട്രാ ഗോൾഡ്, ഇതെല്ലാം കൊടുത്തതിന് ശേഷമാണ് ഈ ഒരു ഹെൽത്തി ഗ്രോത്ത് എനിക്ക് കിട്ടിയത്. അതാണ് ജൈവ രീതിയില് ഈ മരുന്നും കൂടെ. ജൈവ രീതി എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള മരുന്നുകളാണ് നമ്മൾ കൊടുക്കേണ്ടത്. നമുക്ക് ഹാംഫുൾ അല്ലാത്തത് കൊടുത്തതിന്റെ ഒരു എഫക്റ്റ് ആണ് ഈ കാണിക്കുന്നത്.